പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഗ്രാമം കായിക ഗ്രാമം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലാണ്. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് എൻ്റെ വീടാണ്. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത്. ഈ മുണ്ടക്കയത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോരുത്തോട് സി കേശവൻ മെമ്മോറിയൽ സ്കൂള്, അതായത് നമ്മുടെ സംസ്ഥാന സ്കൂൾ മീറ്റിൽ 15 വർഷത്തോളം ആതിഥേയത്വം വഹിച്ചിരുന്ന ഒരു സ്കൂളാണ് സി കേശവൻ മെമ്മോറിയൽ സ്കൂള്. അവിടുത്തെ ദ്രോണാചാര്യ KP തോമസ് സാറ് ആ കാലയളവിൽ ഈ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്താണ് അന്ന് ആ പഞ്ചായത്തിൻ്റെ കീഴിലുള്ളതായിരുന്നു ഈ സ്കൂള്. പിന്നീടാണ് അത് കോരുത്തോട് ഗ്രാമപഞ്ചായത്തായിട്ട് മാറിയത്. അപ്പോൾ നിരവധി കായിക താരങ്ങൾ ഈ മുണ്ടക്കയം ടൗണിലൂടെ വന്ന് ബസ്സിന് കയറി സഞ്ചരിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഇന്ന് നമ്മളൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ ഇവിടുത്തെ ഈ ഗ്രാമത്തിൻ്റെ അകത്ത് ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം. ഓക്കെ, ആ കാണുന്നതാണ് നമ്മുടെ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് സ്റ്റേഡിയം. നമ്മുടെ ആറ്റിൽ നിന്നും ഇവിടെ പ്രളയമുണ്ടായ സമയത്ത് ഇവിടെ മണലുകൾ ഒരുപാട് വന്ന് അടിഞ്ഞുകൂടുകയും ആ മണലുകളൊക്കെ വാരിയെടുത്ത് അത് പഞ്ചായത്തിൻ്റെ സ്റ്റേഡിയത്തിലിടുകയും അത് പിന്നീട് ഇപ്പോൾ ലേലം നടന്ന് 4 വർഷങ്ങളായിട്ട് അതിവിടെ കിടക്കുകയാണ്. അതിപ്പോൾ ലേലം ചെയ്ത് അത് അരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മുണ്ടക്കയം പഞ്ചായത്ത് സ്റ്റേഡിയം. ബൈപ്പാസാണിത്. താഴെ റബ്ബർക്കാടിനുള്ളിൽ കാണുന്നതാണ് മനോഹരമായ വെള്ളനാടി എസ്റ്റേറ്റ് ഗ്രൗണ്ട്. ഒരുപാട് ടീമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വില കൊടുത്ത് ക്യാച്ച് എടുക്കാന്നുള്ളത് ഞാൻ അവിടെ നിന്ന് ഓടാൻ ഞാൻ ഓടിയിലെത്തിയാണ്. പക്ഷെ ഞാൻ ഓടിയ എന്താ പ്രശ്നം, അത് ഓടിച്ച കേസ് ചെയ്യുന്നത് തന്നെയായിരുന്നു ജയിച്ചോണ്ടിരുന്നത്.